കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi, welcome to LearnWise Igno Focus Munkala Chodyapal Ultimate Analysis Section. ഇഗ്നോ ഫോക്കസ് 5.0 ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പേപ്പർ എന്ന് പറയുന്നത് BSOC 109, അതായത് BA സോഷ്യോളജിയുടെ പേപ്പറാണ്. BSOC 109 എന്ന് പറയുന്ന പേപ്പർ സോഷ്യോളജി ഓഫ് കിൻഷിപ്പിന്റെ പേപ്പറാണ്. അപ്പോൾ ഈ സോഷ്യോളജി ഓഫ് കിൻഷിപ്പിന്റെ എക്സാമിനേഷൻ, ഈ പേപ്പറിന്റെ എക്സാമിനേഷൻസ് അപ്രോച്ച് ആയിരിക്കുന്ന സ്ഥിതിക്ക് തന്നെ ഈ ബ്ലോക്കിനകത്ത് വരുന്ന അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള പേപ്പറിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാനും അതിന്റെ തിങ്കേഴ്സിന്, അതിന്റെ കോൺസെപ്റ്റ്സ്, അതേപോലെ തന്നെ ഫാമിലി, മാരേജ് ഫോംസ്, ഇതുപോലുള്ള ടോപ്പിക്കുകൾ, ഫെമിനിസ്റ്റ് ഡിബേറ്റ്സുകൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പൊതുവേ വരുന്ന ഒരു ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ 20 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിരിക്കും ഇതിനകത്ത് ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷനിലൂടെ നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാനും പാസ്റ്റ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് മനസ്സിലാക്കാനും ഹൈ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് നമ്മൾ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ കിൻഷിപ്പ് തിയറീസുകൾ, അതേപോലെ തന്നെ പോപ്പുലർ കൾച്ചർ, ഇതുപോലുള്ള കോൺസെപ്റ്റുകൾ നോക്കും. അതേപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസ്, അതായത് എക്സാമിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസുകളും അതിന്റെ മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻസുകളും ഡിഫറെന്റ് ആയിട്ട് വരുന്ന തീംസുകളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂവിലൂടെ നമുക്ക് ഈ പറയുന്ന പോലെ ഡിഫറെന്റ് ആയിട്ടുള്ള കീ ഏരിയാസ്, ഡിസെന്റ്, മാരേജ് റൂൾസ്, കാസ്റ്റ്, കിൻഷിപ്പ്, ജെൻഡർ, ന്യൂ ഫാമിലി ഫോംസ്, അങ്ങനെ ഇതേപോലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസിലൂടെ നമുക്ക് ഈ പറയുന്ന പോലെ ഡിഫറെന്റ് ആയിട്ട് വരുന്ന റീസെന്റ് ആയിട്ട് വരുന്ന എക്സാംസിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ തരുന്നുണ്ട്. മോക്ക് പ്രഡിക്റ്റീവ് പേപ്പറിലൂടെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ പ്രിപ്പറേഷൻ പാറ്റേൺസുകൾ എങ്ങനെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ മോഡൽ ആൻസേഴ്സും അതിന്റെ ആൻസർ സ്കീംസുകളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു മെത്തഡോളജിയിലൂടെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈ ആയിട്ടുള്ള ഒരു മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിന് മേടിക്കാനായിട്ട് പറ്റുന്നതാണ്. സോ ഇതിന്റെ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് നോക്കുമ്പോൾ ബ്ലോക്ക് 1 യൂണിറ്റ് 1 നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കിൻഷിപ്പ് 12 അപ്പിയറൻസ് ആണ് വന്നിട്ടുള്ളത്. ഹൈ റെലവന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 കിൻഷിപ്പ് ടെർമിനോളജീസ് 9 തവണ വന്നിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഡിസെന്റ് ആൻഡ് ലീനിയേജ് സിസ്റ്റംസ് 10 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 മാരേജ് റൂൾസ് പ്രാക്ടീസ് 8 തവണ വന്നിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 അലയൻസ് തിയറി 11 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 6 റെസിഡൻസ് പാറ്റേൺസ് 7 തവണ വന്നിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 7 ഫാമിലി ആൻഡ് ഹൗസ് ഹോൾഡ് 10 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 8 ജെൻഡർ ആൻഡ് കിൻഷിപ്പ് 13 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 9 കിൻഷിപ്പ് ആൻഡ് കാസ്റ്റ് 9 തവണ വന്നിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 10 കിൻഷിപ്പ് ഇൻ മോഡേൺ ഇന്ത്യ 6 തവണ വന്നിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 11 ന്യൂ റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് 5 തവണ വന്നിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 12 കിൻഷിപ്പ് ആൻഡ് പോപ്പുലർ കൾച്ചർ 4 തവണ വന്നിട്ടുള്ള ലോ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ 10 കൂടുതൽ വന്നിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും. മീഡിയം റെലവന്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ 5 to 9 തവണ വന്നിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും. ലോ റെലവന്റ് ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ 5 താഴെ വന്നിട്ടുള്ളതായിരിക്കും. അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 3 നിന്നും ബ്ലോക്ക് 1 നിന്നുമാണ്. അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് 2 നിന്നാണ്. പിന്നെ ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 4 നിന്നാണ്. അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡാർക്കർ ഷെയ്ഡ് കാണിച്ചിരിക്കുന്ന ഏതൊക്കെ ബ്ലോക്കിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസുകളും ഏതൊക്കെ യൂണിറ്റ്സുകളിൽ നിന്നാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് 3ന്റെ ഡോമിനൻസ്, അതായത് ഇപ്പൊ ജെൻഡർ, ഫാമിലി, കാസ്റ്റ് ഇങ്ങനെയുള്ള ഏരിയാസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതിന്റെ കീ ഇൻസൈഡ് ബോക്സ് നോക്കുമ്പോൾ ഹൈ റെലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ ജെൻഡർ ആൻഡ് കിൻഷിപ്പ് യൂണിറ്റ് 8 കൂടുതലായിട്ടും ഇതിന്റെ ഡിബേറ്റ്സുകളും ഫെമിനിസ്റ്റ് റീഡിങ്സുകളും ആണ് നോക്കാനായിട്ട് പറയുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കിൻഷിപ്പ് യൂണിറ്റ് 1 അതിന്റെ തിയറട്ടിക്കൽ ബേസുകൾ റിപ്പീറ്റഡ് ആയിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നുണ്ട്. അതായത് മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അലയൻസ് തിയറി യൂണിറ്റ് 5 അതിന്റെ ആന്ത്രപ്പോളജിക്കൽ സിഗ്നിഫിക്കൻസും കമ്പാരിറ്റേറ്റീവ് ആയിട്ടുള്ള സ്കോപ്പുകളും ചോദിക്കുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്, അതായത് ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കവറി വരുന്നുണ്ട്. അതായത് BSOC 109ന്റെ ഇപ്പോൾ ക്വസ്റ്റ്യൻസുകൾ നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ ലോങ് അനലിറ്റിക്കൽ essay ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൻസർ എനി 5 questions in about 400 words each and all questions carry equal mark. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു 8 ക്വസ്റ്റ്യൻസ് കാണും. ഈ 8 ക്വസ്റ്റ്യൻസിനകത്ത് നിന്ന് 20 മാർക്ക് ആണ് വരുന്നത്. അപ്പൊ അതിനകത്ത് 5 എണ്ണം എഴുതിയാൽ മതി, 8 എണ്ണത്തിൽ നിന്ന് 5 എണ്ണം എഴുതിയാൽ മതി. അപ്പൊ നിങ്ങളുടെ മുന്നിലാണ് ആ ഓപ്ഷൻ ഉള്ളത്, നിങ്ങൾക്ക് ഏത് 8 ക്വസ്റ്റ്യൻസിനകത്ത് ഏത് 5 ക്വസ്റ്റ്യൻസ് എഴുതണം എന്നുള്ളത്. പിന്നെ MCQs, ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, കേസ് സ്റ്റഡീസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. മാർക്സ് എന്ന് പറയുന്നത് 20 മാർക്കാണ്. ലെങ്ത് എന്ന് പറയുന്നത് 350 മുതൽ 400 വേർഡ്സിൽ വേണം ആ ലെങ്ത്തിനകത്ത് വരുന്നത്. അപ്പൊ അതിനകത്ത് കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്, അപ്രോച്ചസ് വരുന്നുണ്ട്, കിൻഷിപ്പ് പാറ്റേൺസുകൾ വരുന്നുണ്ട്, കണ്ടംപററി ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ essay ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റുകൾ നോക്കുമ്പോൾ അപ്രോച്ച് ആൻഡ് തിയറി ടൈപ്പ് എസ്സേസ് വരുന്നുണ്ട്. അതൊരു ഫോർമാറ്റ് എയ്ക്കകത്ത് പെടുത്തുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന പോലെ എക്സ്പ്ലെയിൻ, ക്രിട്ടിക്, മേജർ അപ്രോച്ചസ്, ഡിസെന്റ്, അലയൻസ്, കൾച്ചറൽ പെർസ്പെക്ടീവ്സ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മോർഗന്റേത്, റാഡ്ക്ലിഫ് ബ്രൗണിന്റെ, ഇവാൻസ് പട്രിയാർക്കിന്റെ, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു 20 മാർക്സിനാണ് ചോദിക്കുന്നത്. ഒരു 400 വേർഡ്സിനുള്ളിൽ വേണം ചോദിക്കുന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം അടുത്തെന്ന് പറയുന്നത് ഇന്ത്യൻ കിൻഷിപ്പ് ആൻഡ് സ്ട്രക്ചർ എത്നോഗ്രാഫിക് എസ്സൈസ് ആണ്. അപ്പൊ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസുകൾ നോക്കുമ്പോൾ ഫോർമാറ്റ് ബിക്കകത്ത് വരുന്നതാണ്. അതിനകത്ത് ഈ പറയുന്ന പോലെ ഫോർമാറ്റ് ബിക്കകത്ത് വരുന്ന ക്വസ്റ്റ്യൻസിനകത്ത് നോക്കുള്ള ക്വസ്റ്റ്യൻസുകൾ നോക്കുമ്പോൾ നോർത്ത് ആൻഡ് സൗത്ത് ഇന്ത്യൻ കിൻഷിപ്പ്, ദ്രവീഡിയൻ കിൻഷിപ്പ്, നായർ ഫാമിലി മാട്രിലീനിയൽ സിസ്റ്റംസ്, കിരാവതി കാർവേയുടെ മാപ്പിംഗ് ഓഫ് ഇന്ത്യൻ കിൻഷിപ്പ് റീജിയൻസുകൾ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 400 വേർഡ്സിനുള്ളിൽ വേണം എസ്സേസ് എഴുതാനായിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഫാമിലി, ഹൗസ് ഹോൾഡ്, മാരേജ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്സേസ് വരുന്നുണ്ട്. ഫോർമാറ്റ് സി ടൈപ്പ് ആണ്. അപ്പൊ ഈ ഫോർമാറ്റ് സി ടൈപ്സിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഫാമിലി ടൈപ്സ്, ഹൗസ് ഹോൾഡ് വേഴ്സസ് ഫാമിലി, മാരേജ് ഫോംസ് ആൻഡ് റൂൾസ്, ലിങ്ക്സ് ബിറ്റ്വീൻ കിൻഷിപ്പ് ആൻഡ് കാസ്റ്റ്, ക്ലാസ്, അതേപോലെ തന്നെ ജോയിന്റ് ന്യൂക്ലിയർ ഫാമിലീസുകൾ, പോളിഗമി, മോണോഗമി, ഇതുപോലുള്ള പോളിജീനി, ഇതുപോലുള്ള മാരേജ് ഫോംസുകൾ ചോദിക്കുന്നുണ്ട്. ഇത് 400 വേർഡ്സിനുള്ളിൽ വേണം അതിന്റെ കോൺസെപ്റ്റ്സുകളും എക്സാമ്പിൾസും വെച്ച് എഴുതാനായിട്ട്. അടുത്ത ഫോർമാറ്റ് ഡി എന്ന് പറയുമ്പോൾ കണ്ടംപററി ചേഞ്ച് ഇൻ ജെൻഡർ, അതുപോലുള്ള എസ്സേസ് ആണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ന്യൂ റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്, പോപ്പുലർ കൾച്ചർ, ലിവിംഗ് റിലേഷൻഷിപ്സുകൾ, ന്യൂ കിൻഷിപ്പ് ഐഡിയാസുകൾ, അതിന്റെ റിലേറ്റഡ്നെസ്, ഫിക്റ്റീവ് കിൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു 20 മാർക്സിന് 400 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനുള്ളത്. ബാലൻസ്ഡ് ആയിട്ട് ഒരു കൺക്ലൂഷൻ കൊടുത്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻസ് നോക്കുമ്പോൾ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷനിൽ നിന്ന് 22% ആണ് വരുന്നത്. ബ്ലോക്ക് 2 അപ്രോച്ചസിൽ നിന്ന് 17.5%, ബ്ലോക്ക് 3 ഫാമിലി, ഹൗസ് ഹോൾഡ് ആൻഡ് മാരേജിൽ നിന്ന് 32.5%, അതേപോലെ തന്നെ ബ്ലോക്ക് 4 റീകാസ്റ്റിംഗ് കിൻഷിപ്പിൽ നിന്ന് 27.5% ആണ് അതിനകത്ത് നിന്ന് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്രോച്ച് തിയറി എസ്സേസുകൾ ആണ് കൂടുതലായിട്ട് എ ടൈപ്പിനകത്ത് വരുന്നത്. ബി ടൈപ്പിനകത്ത് വരുന്നത് നമ്മൾ നോക്കുമ്പോൾ കിൻഷിപ്പ് സ്ട്രക്ചർ എസ്സേസ് ആണ് വരുന്നത്. ഇപ്പൊ സി ടൈപ്പ് നോക്കുമ്പോൾ ഫാമിലി, ഹൗസ് ഹോൾഡ്, മാരേജ് എസ്സേസ് ആണ് വരുന്നത്. ഡി ടൈപ്പ് നോക്കുമ്പോൾ ജെൻഡർ, കണ്ടംപററി ചേഞ്ച് എസ്സേസ് ആണ് വരുന്നത്. അപ്പൊ ഇത്രയാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ക്വസ്റ്റ്യൻസുകളുടെ ഫോർമാറ്റ് ആണ് എത്രയൊക്കെ വർഷങ്ങളിൽ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന വെച്ചാൽ പാറ്റേൺ ഹൈലൈറ്റ്സ്. പാറ്റേൺ ഹൈലൈറ്റ്സ് നോക്കുമ്പോൾ സ്റ്റേബിൾ എസ്സേ ടൈപ്പ് ഓഫ് ഡിസൈൻസ് വരുന്നുണ്ട്. അതായത് ഒരു ജൂൺ 2022 മുതൽ ജൂൺ 2025 നോക്കുമ്പോൾ BSOC 109ന്റെ പേപ്പറിൽ പ്യുവർ ലോങ് എസ്സേ ടൈപ്പ് ഓഫ് പേപ്പേഴ്സിനകത്തുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. പിന്നെ റൈസിംഗ് എംഫസൈസ് ഓൺ കണ്ടംപററി ജെൻഡർ ഇഷ്യൂസുകൾ നോക്കുമ്പോൾ ഡി ഫോർമാറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു ആവറേജ് 60 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ, അതായത് ഫെമിനിസ്റ്റ് ആന്ത്രോപോളജി, ജെൻഡർ, ന്യൂ റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസുകൾ, ഡിസെന്റ് അലയൻസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അതേപോലെ തന്നെ മാരേജ് ഫാമിലി ടൈപ്പ് നോക്കുന്ന സമയത്ത് അതിനകത്ത് ഫാമിലി, ഹൗസ് ഹോൾഡ്, മാരേജ്, ക്ലാസ്, ലീനേജ്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകൾ കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. സ്ട്രാറ്റജിക് ടൈം മാനേജ്മെന്റ് നോക്കുന്ന സമയത്ത് 3 hour വരുന്ന ക്വസ്റ്റ്യൻ 100 മാർക്കിനാണ് വരുന്നത്. 5 എസ്സേസ് ആണ് എഴുതാനുള്ളത് 20 മാർക്കിന്. അതായത് ഒരു എസ്സേക്ക് 30 മിനിറ്റ് വീതം വെച്ച് എടുക്കണം. അപ്പൊ ഈ 30 മിനിറ്റിന് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ 3 to 4 മിനിറ്റ് എന്ന് പറയണത് ഈ പറയുന്ന പോലെ
ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യാനും ഓപ്ഷൻസുകൾ മനസ്സിലാക്കാനും. അതേപോലെ തന്നെ 24 മുതൽ 22 വരെ എന്ന് പറയുന്നത് അതിന്റെ പാർട്ട് 3 തിരിച്ചൊരു ക്വസ്റ്റ്യൻ എഴുതുന്ന ടൈമാണ് എടുക്കാനുള്ളത്. അതായത് 2 to 3 ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫുകൾ, അനലിറ്റിക്കൽ പാരഗ്രാഫുകൾ, കൺക്ലൂഷൻ പാരഗ്രാഫുകൾ കൊടുത്ത് എഴുതാനായിട്ട്. 2 to 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്വിക്കായിട്ട് റിവ്യൂ കൊടുത്ത് അതിന്റെ കീ ടേംസുകൾ മനസ്സിലാക്കി എഴുതാൻ വേണ്ടിയിട്ടാണ് അത്ര മിനിറ്റ് എടുക്കാനായിട്ട് പറയുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് അതിനെ ആ ഒരു സ്ട്രക്ചർ ചെയ്ത് അതിന്റെ മിസ്സിംഗ് പാർട്സുകൾ ഒന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ടുള്ള പാർട്ടുകൾ കൊടുത്ത് അഡ്രസ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കണം. അപ്പൊ അതിന് വേണ്ട രീതിയിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് വന്ന് എഴുതാനായിട്ട് പറ്റുള്ളൂ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും നോക്കുമ്പോൾ 10 റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഡിസെന്റ് ഇൻ ദ കിൻഷിപ്പ് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് മെയിൻ പ്രിൻസിപ്പിൾ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. 5 ആണ് വന്നിട്ടുണ്ട്. രണ്ടാമത് പറയുന്നത് ഡിസ്ക്രൈബ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ ആസ് ഡിസ്കസ്ഡ് ബൈ ഇരാവതി കാർവേ. 4 തവണ വന്നിട്ടുണ്ട്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ഹൗ ദ ഫെമിനിസ്റ്റ് ആൻഡ് ജെൻഡർ പെർസ്പെക്ടീവ്സ് ഹാവ് റീ ഇന്റർപ്രറ്റഡ് കിൻഷിപ്പ് സിൻസ് 1970s. 4 തവണ വന്നിട്ടുണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഫാമിലി ഇൻ സോഷ്യോളജി, എക്സ്പ്ലെയിൻ ഇറ്റ് മെയിൻ ടൈപ്സ് ആൻഡ് കീ ഫംഗ്ഷൻസ്. 4 തവണ വന്നിട്ടുണ്ട്. ഡിസ്കസ് ദ മെയിൻ റൂൾസ് ഓഫ് ഗവേണിംഗ് മാരേജ് ഇൻ നോർത്ത് ഇന്ത്യ. 3 തവണ വന്നിട്ടുണ്ട്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഹൗസ് ഹോൾഡ് ആൻഡ് ഫാമിലി വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. 3 തവണ വന്നിട്ടുണ്ട്. 7 എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ്രവീഡിയൻ കിൻഷിപ്പ് സിസ്റ്റം ഇൻക്ലൂഡിംഗ് ദ പ്രിഫേർഡ് മാരേജ് അലയൻസ്. 3 തവണ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 8ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് കിൻഷിപ്പ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. 3 തവണ വന്നിട്ടുണ്ട്. റൈറ്റ് ദ ഷോർട്ട് നോട്ട്സ് ഓൺ MN ശ്രീനിവാസ് കോൺട്രിബ്യൂഷൻ ടു ദ കിൻഷിപ്പ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ. 2 തവണ വന്നിട്ടുണ്ട്. അനലൈസ് എ ന്യൂ പോപ്പുലർ കൾച്ചർ, ഫിലിം, ടെലിവിഷൻ, ഡിജിറ്റൽ മീഡിയ റെപ്രസെന്റ് ആൻഡ് റീഇമാജിൻ കിൻഷിപ്പ്. 2 തവണ വന്നിട്ടുണ്ട്. അപ്പൊ ഫ്രീക്വൻസി ടേബിൾ നോക്കുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് കിൻഷിപ്പ് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് മെയിൻ പ്രിൻസിപ്പിൾസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ബ്ലോക്ക് 2 യൂണിറ്റ് 3 ഡിസെന്റ് അപ്രോച്ച് 5 തവണ വന്നിട്ടുണ്ട്. 20 മാർക്കിനാണ്. ഡിസ്ക്രൈബ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ ഡിസ്കസ്ഡ് ബൈ ഇരാവതി കാർവേ. ബ്ലോക്ക് 1 യൂണിറ്റ് 1 അണ്ടർസ്റ്റാൻഡിംഗ് കിൻഷിപ്പ് ഇന്ത്യൻ പെർസ്പെക്ടീവ്. 4 തവണ വന്നിട്ടുണ്ട്. 20 മാർക്കിനാണ് വന്നിട്ടുള്ളത്. ഡിസ്കസ് ഹൗ ദ ഫെമിനിസ്റ്റ് ആൻഡ് ജെൻഡർ ബേസ്ഡ് പെർസ്പെക്ടീവ് ഹാവ് റീ ഇന്റർപ്രറ്റഡ് കിൻഷിപ്പ് സിൻസ് 1970s. ബ്ലോക്ക് 4 യൂണിറ്റ് 10 കിൻഷിപ്പ് ആൻഡ് ജെൻഡർ 4 തവണ വന്നിട്ടുണ്ട്. 20 മാർക്കിനാണ് വന്നിട്ടുള്ളത്. വാട്ട് ഈസ് ഫാമിലി ഇൻ സോഷ്യോളജി, എക്സ്പ്ലെയിൻ ഇറ്റ്സ് മെയിൻ ടൈപ്സ് ആൻഡ് കീ ഫംഗ്ഷൻസ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 മെയിൻ കോൺസെപ്റ്റ്സ് ആൻഡ് ഫാമിലി 4 തവണ വന്നിട്ടുണ്ട്. 20 മാർക്കിനാണ് വന്നിട്ടുള്ളത്. ഡിസ്കസ് ദ മെയിൻ റൂൾസ് ഓഫ് ഗവേണിംഗ് മാരേജ് ഇൻ നോർത്ത് ഇന്ത്യ. ബ്ലോക്ക് 3 യൂണിറ്റ് 6 ക്ലോസ് കൾച്ചറൽ വേരിയേഷൻ ഇൻ ഇന്ത്യ റൂൾസ് ഓഫ് മാരേജസ്. 3 തവണ വന്നിട്ടുണ്ട്. 20 മാർക്കിനാണ് വന്നിട്ടുള്ളത്. 6ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ഹൗസ് ഹോൾഡ് ആൻഡ് ഫാമിലി വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. ബ്ലോക്ക് 3 യൂണിറ്റ് 6ഉം 8ഉം ഫാമിലി, ഹൗസ് ഹോൾഡ് ആൻഡ് മാരേജ്. 3 തവണ വന്നിട്ടുണ്ട്. 20 മാർക്കിനാണ് വന്നിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ദ്രവീഡിയൻ കിൻഷിപ്പ് സിസ്റ്റം ഇൻക്ലൂഡിംഗ് ദ പ്രിഫേർഡ് അലയൻസ് മാരേജ് അലയൻസസ്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 അലയൻസ് ആൻഡ് ദ്രവീഡിയൻ കിൻഷിപ്പ്. 3 തവണ വന്നിട്ടുണ്ട്. 20 മാർക്കിനാണ് വന്നിട്ടുള്ളത്. 8ാമത്തെ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് കിൻഷിപ്പ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ബ്ലോക്ക് 3 യൂണിറ്റ് 7 കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ, ഡയമെൻഷൻസ്. 3 തവണ വന്നിട്ടുണ്ട്. 20 മാർക്കിനാണ് വന്നിട്ടുള്ളത്. 9ാമത്തെ ക്വസ്റ്റ്യൻസ് എന്ന് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ MN ശ്രീനിവാസ് കോൺട്രിബ്യൂഷൻ ടു ദ കിൻഷിപ്പ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഇന്ത്യൻ കിൻഷിപ്പ് സ്കോളേഴ്സ്. 2 തവണ വന്നിട്ടുണ്ട്. 20 മാർക്കിനാണ് വന്നിട്ടുള്ളത്. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അനലൈസ് ഹൗ ദ പോപ്പുലർ കൾച്ചർ, ഫിലിംസ്, ടെലിവിഷൻ, ഡിജിറ്റൽ മീഡിയ റെപ്രസെന്റ് ആൻഡ് റീഇമാജിൻ കിൻഷിപ്പ്. ബ്ലോക്ക് 4 യൂണിറ്റ് 12 പോപ്പുലർ കൾച്ചർ ആൻഡ് റീഇമാജിനിങ് കിൻഷിപ്പ്. 2 തവണ വന്നിട്ടുണ്ട്. 20 മാർക്കിനാണ് വന്നിട്ടുള്ളത്. സ്ട്രാറ്റജിക് പാനൽ അഡ്വൈസ് പറയുമ്പോൾ ടൈം ലിമിറ്റ് മനസ്സിലാക്കിയിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസുകൾ മനസ്സിലാക്കിയിട്ട് വേണം അത് എഴുതാനായിട്ടുള്ളത്. ബോഡി, കൺക്ലൂഷന്, ഇൻട്രൊഡക്ഷൻ ഇതൊക്കെ കൊടുത്തിട്ട് വേണം എഴുതാനായിട്ടുള്ളത്. ഒരു 2 തവണയെങ്കിലും ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക. ഒരു ക്വസ്റ്റ്യൻ ആൻസർ എടുക്കാനായിട്ട് 18 to 20 മിനിറ്റ് വരെ നിങ്ങൾക്ക് എടുക്കാം. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു റിവിഷൻ ആണ് വേണ്ടത്. അതായത് ഈ പറയുന്ന പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോർ കോൺസെപ്റ്റുകൾ, ഡയഗ്രാംസുകൾ, ഇലുസ്ട്രേഷൻസുകൾ അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ ക്ലാൻ എക്സോഗമി ഫോർ ദ റൂൾസ് ഓഫ് ദ നോർത്ത് ഇന്ത്യ, കാർവേയുടെ റീജിയണൽ സ്കീംസുകൾ, ഇതൊക്കെ നമുക്ക് പടം വരച്ചിട്ട് നമുക്കത് എഴുതാവുന്നതാണ്. അതേപോലെ തന്നെ കമ്പാരിറ്റീവ് ആൻസർ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആൻസർ നമ്മൾ എന്തൊക്കെ പോയിന്റുകൾ കൊടുക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നതാണ്. അപ്പൊ വേണ്ട രീതിയിലുള്ള പോയിന്റുകൾ ആ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യുന്ന രീതിയിലേക്ക് എഴുതുക. അല്ലെങ്കിൽ എക്സാം പ്രഷർ എന്ന് വന്നിട്ട് എന്തെങ്കിലും എഴുതി അതിന് ഒരു ആൻസർ പ്രൊവൈഡ് ചെയ്യാതെ കണ്ടന്റുകൾ മനസ്സിലാക്കിയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള വിഷ്വലൈസേഷൻ ചാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ യൂണിറ്റും എത്ര പെർസെന്റേജ് വരുന്നുണ്ട് എന്നുള്ളത്.
സോ അതിനകത്ത് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ പറയുമ്പോൾ ബ്ലോക്ക് 1 യൂണിറ്റ് 1 കിൻഷിപ്പ് ഓഫ് ദ വെസ്റ്റേൺ ഇന്ത്യൻ പെർസ്പെക്ടീവ്സ് ആൻഡ് കീ സ്കോളേഴ്സ് 86% ചാൻസ് വരുന്ന ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 കോർ കോൺസെപ്റ്റ് മാരേജ് ഫാമിലി ഡിസെൻഡ് അലയൻസ് 100% ചാൻസ് വരുന്ന ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 3 ഡിസെൻഡ് അപ്രോച്ച് കോൺസെപ്റ്റ് ടൈപ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് 57% ചാൻസ് വരുന്നുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അതേ മീഡിയം റെലവന്റ് ടോപ്പിക്കിൽ വരുന്നതാണ് യൂണിറ്റ് 4 ബ്ലോക്ക് 2 അലയൻസ് തിയറി ആൻഡ് ദ്രവീഡിയൻ കിൻഷിപ്പ്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 കൾച്ചറൽ ആൻഡ് ന്യൂ കിൻഷിപ്പ് അപ്രോച്ചസ് ആൻഡ് ക്രിട്ടിക്സ് 29% ചാൻസ് ഉള്ള ലോ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 6 ക്രോസ് കൾച്ചറൽ വേരിയേഷൻ ഇൻ ദ ഇന്ത്യൻ കിൻഷിപ്പ് റീജിയൻസ് 71% ചാൻസ് ഉള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 7 കാസ്റ്റ് ക്ലാസ് ജെൻഡർ ഡയമെൻഷൻസ് ഓഫ് കിൻഷിപ്പ് 57% ചാൻസ് ഉള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 8 റീഇമാജിനിങ് ഫാമിലീസ് ആൻഡ് ദ ന്യൂ ഫാമിലി ഫോംസ് 57% ചാൻസ് ഉള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 9 റിലേറ്റഡ്നെസ് ആൻഡ് ഫിക്റ്റീവ് കിൻഷിപ്പ് 14% ചാൻസ് ഉള്ള ലോ റെലവന്റ് ടോപ്പിക് ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 10 കിൻഷിപ്പ് ജെൻഡർ ഫെമിനിസ്റ്റ് ക്രിട്ടിക് 43% ചാൻസ് ഉള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 11 റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ആൻഡ് കിൻഷിപ്പ് ഈ പറയുന്ന പോലെ 29% ചാൻസ് ഉള്ള ലോ റെലവന്റ് ആണ്. അതേ ലോ റെലവന്റിൽ വരുന്നുള്ള ഒരു ടോപ്പിക് ആണ് ബ്ലോക്ക് 4 യൂണിറ്റ് 12 പോപ്പുലർ കൾച്ചർ റെപ്രസെന്റേഷൻ ഓഫ് ദ കിൻഷിപ്പ്. ഇപ്പൊ ഹൈ റെലവന്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 70% മുകളിലും, മീഡിയം ആണെങ്കിൽ 40 to 69%, ലോ ആണെങ്കിൽ 40 താഴെയാണ് വരുന്നത്. ഇനി രണ്ട് ജസ്റ്റിഫിക്കേഷൻ ഫുഡ് നോട്ട്സുകൾ നോക്കുമ്പോൾ ഈ ബ്ലോക്ക് 1 കിൻഷിപ്പ് സ്റ്റഡീസ് വെസ്റ്റേൺ ഇന്ത്യൻ പെർസ്പെക്ടീവ്സ് ആണെങ്കിൽ ഒരു 6 തവണ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ 7 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ 6 തവണയെങ്കിലും അത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 7 തവണയെങ്കിലും ഈ പറയുന്ന പോലെ കോർ കോൺസെപ്റ്റ് മാരേജ് ഫാമിലി ഡിസെൻസ് അലയൻസ് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ടൈപ്സ് ഫംഗ്ഷൻസ് മാരേജ് കോൺസെപ്റ്റ്സുകൾ. ബ്ലോക്ക് 2 യൂണിറ്റ് 3 ഡിസെന്റ് അപ്രോച്ച് കോൺസെപ്റ്റ് ടൈപ്സ് ആൻഡ് ആപ്ലിക്കേഷൻസുകൾ തിയറി ബേസ്ഡും അതേപോലെ തന്നെ എംപെരിക്കൽ എക്സാമ്പിൾസുകളും ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 അലയൻസ് തിയറി ആൻഡ് ദ്രവീഡിയൻ കിൻഷിപ്പിനകത്ത് ക്രോസ് കസിൻ മാരേജസ് അലയൻസ് വേഴ്സസ് ഡിസെന്റ് ഡിബേറ്റ്സുകൾ ദ്രവീഡിയൻ കിൻഷിപ്പ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3 യൂണിറ്റ് 6 ക്രോസ് കൾച്ചറൽ വേരിയേഷൻ ഇൻ ഇന്ത്യൻ കിൻഷിപ്പ് സിസ്റ്റംസ് ഒരു 5 തവണയെങ്കിലും വന്നിട്ടുണ്ട്. അതിന്റെ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ പാറ്റേൺസുകൾ റീജിയണൽ സ്ട്രക്ചേഴ്സുകൾ മാരേജ് റൂൾസുകൾ. ബ്ലോക്ക് 3 യൂണിറ്റ് 7 കാസ്റ്റ് ക്ലാസ് ജെൻഡർ ഡയമെൻഷൻസ് ഓഫ് കിൻഷിപ്പ് ഒരു 4 തവണയെങ്കിലും വന്നിട്ടുണ്ട്. കാസ്റ്റ് ക്ലാസ് കിൻഷിപ്പുകൾ അതിന്റെ റിലേഷൻഷിപ്സുകൾ. ബ്ലോക്ക് 3 യൂണിറ്റ് 8 റീഇമാജിനിങ് ഫാമിലീസ് ആൻഡ് ന്യൂ ഫാമിലി ഫോംസ് 4 തവണയെങ്കിലും വന്നിട്ടുണ്ട്. ലിവിംഗ് റിലേഷൻഷിപ്സുകളും കണ്ടംപററി ചേഞ്ചിങ് ഫാമിലീസ്. ബ്ലോക്ക് 4 യൂണിറ്റ് 10 കിൻഷിപ്പ് ആൻഡ് ജെൻഡർ ഫെമിനിസ്റ്റ് ക്രിട്ടിക്സുകൾ 3 തവണയെങ്കിലും വന്നിട്ടുണ്ട്. ടു ജെൻഡർ ആൻഡ് ഫെമിനിസ്റ്റ് ക്വസ്റ്റ്യൻസുകൾ അതിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ 73% മുകളിൽ വരുന്നതാണ്. അതിനകത്ത് ഈ പറയുന്ന പോലെ കിൻഷിപ്പ് സ്കോളേഴ്സ് വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ അതൊക്കെ ഹൈ റെലവന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെ കോർ കോൺസെപ്റ്റ്സ് ഓഫ് മാരേജ് ഫാമിലി ഡിസെന്റ് അലയൻസ് റീജിയണൽ കിൻഷിപ്പ് ആൻഡ് മാരേജ് റൂൾസ് നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ദ്രവീഡിയൻ. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് 400 വേർഡ്സിനുള്ളിൽ അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ മോർഗന്റെയും റാഡ്ക്ലിഫ് ബ്രൗണിന്റെയും ഡുമോണ്ടിന്റെയും ലൂയിസ് ഡുമോണ്ടിന്റെയും ഇരാവതി കാർവേയുടെയും എം എൻ ശ്രീനിവാസിന്റെയും എസ് ഡൂബയുടെ ഒക്കെ കോൺസെപ്റ്റുകളാണ് അതിനകത്ത് എഴുതാനായിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 2-3 തവണ നമ്മൾ വായിച്ചു നോക്കിയിട്ട് വേണം എഴുതാനായിട്ടുള്ളത്. മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സിനകത്ത് വരുന്നതാണ് ഡിസെന്റ് അപ്രോച്ച് അലയൻസ് ആൻഡ് ദ്രവീഡിയൻ കിൻഷിപ്പ് കാസ്റ്റ് ക്ലാസ് കിൻഷിപ്പ് റീഇമാജിനിങ് ഫാമിലീസ് ഹൗസ് ഹോൾഡ് വേഴ്സസ് ഫാമിലി കിൻഷിപ്പ് ആൻഡ് ജെൻഡർ ഫെമിനിസ്റ്റ് ക്രിട്ടിക്സുകൾ. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ഇത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാനും മെയിൻ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സുകൾ മെയിൻ ക്രിട്ടിക്കുകൾ അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ ഫാക്ട് ക്ലാഡ്സുകൾ ഉപയോഗിച്ച് കൊഗ്നേറ്റീവ് അഫീനിയൽ ഫിക്റ്റീവ് പാട്രിയാർക്കി അങ്ങനെയുള്ള ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഹെഡിങ്ങുകൾ കൊടുത്ത് ആ ഒരു ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഈ ലോ റെലവന്റ് ടോപ്പിക്കുകളിനകത്ത് വരുമ്പോൾ അതിനകത്ത് വരുന്നതാണ് കൾച്ചറൽ ന്യൂ കിൻഷിപ്പ് അപ്രോച്ചസ് റിലേറ്റീവ്നെസ് ആൻഡ് ഫിക്റ്റീവ് കിൻഷിപ്പുകൾ ന്യൂ റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ആൻഡ് കിൻഷിപ്പ് പോപ്പുലർ കൾച്ചർ ആൻഡ് കിൻഷിപ്പ്. ഒരു 400 വേർഡ്സിനുള്ളിൽ വേണം ഇത് എഴുതാനായിട്ടുള്ളത്. ഇതിന്റെ ഈ പറയുന്ന പോലെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്കോളേഴ്സുകൾ കേസസുകൾ ഫാമിലിയുടെ ചോയ്സസുകൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. സോ ഇതിന്റെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ BSOC 109 സോഷ്യോളജി ഓഫ് കിൻഷിപ്പ് 3 hours മാക്സിമം മാർക്ക് 100. ഇതിനകത്ത് നമുക്ക് ഈ പറയുന്ന പോലെ 400 വേർഡ്സിനുള്ളിൽ വേണം നമ്മൾ എഴുതാനായിട്ടുള്ളത്. 5 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടലി വരുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ compare the Western and Indian scholarly perspectives on the kinship, discuss the contributions of any two Western and any two Indian scholars, highlighting their approaches and shape our understanding of the kinship structures and practices. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. Second question എന്ന് പറയുമ്പോൾ define the family from the sociological perspective, analyze the main types of family and discuss how the changing economics and cultural conditions of the contemporary India are transforming the family roles and functions. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്.
Third എന്ന് പറയുന്നത് explain the descent approach to the study of the kinship and discuss how the Unitarian design principles structures authority, inheritance, group membership using the suitable ethnographic examples. 20 മാർക്കിന്റെ question ആണ്. Fourth one എന്ന് പറഞ്ഞാൽ discuss the logic of alliance and with the particular reference towards the Dravidian kinship and how to preferred close cousin marriages express the reproduce the relationships of the alliances between the groups illustrate with example. 20 മാർക്കിന്റെ question ആണ്. അതേപോലെ തന്നെ fifth question എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ examine the interrelationship between caste, class, gender in the shaping marital choices in India and how do these factors operate together to regulate who marries whom and with what social consequence. 20 mark question. Sixth question is discuss the major shift introduced by the feminist anthropologists in the study of the kinship since the 1970s. In what ways does these perspective challenge their earlier assumption about the gender, reproduction, household work? 20 mark question. Seventh one is discuss the implication of the new reproductive technologies for the kinship and relatedness and how do these practices such as IVF, surrogacy, sperm and egg donation arise the new questions about the motherhood, fatherhood and descent. 20 mark question. With a suitable example, analyze how the Indian contemporary films and television serials, digital web series represent the kinship and family life and what continuities and changes in the kinship norms can be observed through these popular cultural texts. So ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. മാക്സിമം ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമിന് പോകാനായിട്ടുള്ളത്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം ഫ്രം ദ ലേൺവൈസ് ആൻഡ് ദ ടീം. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.